My precious friend, എന്റെ വിലയേറിയ സ്നേഹിത, God wants to light a lamp in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദീപം കത്തിച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്നു. Psalm 18:28 says, സങ്കീർത്തനം 18:28 പറയുന്നു, O Lord, it is you who lights my lamp. യഹോവേ, നീ എന്റെ ദീപത്തെ കത്തിക്കും. The Lord my God lightens my darkness. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. This world is full of darkness. ഈ ലോകത്തിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. The darkness of sin, പാപമെന്ന അന്ധകാരം, the darkness of poverty, ദാരിദ്ര്യമെന്ന അന്ധകാരം, the darkness of sickness, രോഗമെന്ന അന്ധകാരം, the darkness of the oppressions of the wicked people, ദുഷ്ടമനുഷ്യരുടെ പീഡനമെന്ന അന്ധകാരം, the darkness caused by the devil, പിശാച് നിമിത്തമുണ്ടാകുന്ന അന്ധകാരം, many other darknesses. ഇതുപോലെ മറ്റനേകം അന്ധകാരങ്ങളും. But Jesus Christ says, I am the light of the എന്നാൽ world. യേശുക്രിസ്തു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. He who walks after me shall not walk in darkness, but shall have the light of life. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. Follow Jesus, യേശുവിനെ അനുഗമിക്കുവിൻ, the light of the world. ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ. He lights a lamp in your life, യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദീപം കത്തിച്ചു and വെക്കുന്നു. he brightens and shines in the darkness of the world. ലോകത്തിന്റെ അന്ധകാരത്തിൽ ഇരുളിൽ യേശുക്രിസ്തു പ്രകാശിക്കുന്നു. Your life will shine. നിങ്ങളുടെ ജീവിതം കത്തി ജ്വലിക്കും. You will have God's light in you. നിങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചം ഉണ്ടാകും. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. You're a child of Jesus. നിങ്ങൾ യേശുവിന്റെ പൈതലാണ്. Every darkness will leave you today. ഇന്ന് സകല അന്ധകാരവും നിങ്ങളെ വിട്ട് അകന്നു പോകും. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Here's a testimony of Mrs. Ilayarani from Madurai. മധുരയിൽ നിന്നുള്ള ശ്രീമതി ഇളയറാണിയുടെ സാക്ഷ്യം ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. 2013 she was married. 2013 അവരുടെ വിവാഹം നടന്നു. A husband and wife received a girl child. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു പെൺകുഞ്ഞിനെ ദാനമായി ലഭിച്ചു. But in 2 years' time after marriage, the husband died. എന്നാൽ വിവാഹം കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് മരിച്ചു. Terrible sorrow came to the wife. ഭാര്യ അതിഭയങ്കരമായ ദുഃഖത്തിന് അടിമപ്പെട്ടു. But then എന്നാലോ she was living with her mother. അവർ തന്റെ അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. Mother took her to the Jesus Calls ഒരിക്കൽ prayer tower. അമ്മ അവളെ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. Every Saturday there was a fasting prayer in the Jesus Calls prayer tower. എല്ലാ ശനിയാഴ്ചയും യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. Crying to God for God to give them a ദൈവം future. അവർക്ക് നല്ലൊരു ഭാവി ജീവിതം നൽകുന്നതിനു വേണ്ടി എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചു. The young girl who lost the husband did not have any livelihood. ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ യുവതിയായ പെൺകുട്ടിക്ക് ഒരു ഉപജീവന മാർഗം ഉണ്ടായിരുന്നില്ല. She was a graduate, അവൾ ഒരു ബിരുദധാരിയായിരുന്നു. was trying for a government അവൾ job, ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. but she did not have money even to apply for a government job. എന്നാൽ ഒരു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുവാനുള്ള പണം പോലും അവളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. Every day she was in tears, tears, tears. എല്ലാ ദിവസവും അവൾ കണ്ണുനീരിലായിരുന്നു. But she went on going to the prayer tower and praying with the prayer intercessors. എന്നാൽ അവൾ തുടർന്ന് പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് പോകുകയും പ്രാർത്ഥനാ പടയാളികളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. And the final attempt for the government job came because she was 32 പിന്നീട് years. സർക്കാർ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതുവാനുള്ള അവസാന അവസരം അവൾക്ക് ലഭിച്ചു. കാരണം അവൾക്ക് 32 And വയസ്സായിരുന്നു. after the prayer, she got the victory. She got success in the exam. പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾ പരീക്ഷ എഴുതി പരീക്ഷയിൽ വിജയം ലഭിച്ചു. And she got a job in a government bank. ഒരു സർക്കാർ ബാങ്കിൽ അവൾക്ക് ജോലി ലഭിച്ചു. Today she gets 40,000 rupees salary. ഇന്ന് അവൾക്ക് മാസം തോറും 40,000 രൂപ ശമ്പളം ലഭിക്കുന്നു. What a joy. എത്ര വലിയ സന്തോഷമാണിത്. Yes, God has brought light to her darkness. അതെ, ദൈവം അവളുടെ അന്ധകാരത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു. And every darkness, God lightens it. ദൈവം സകല അന്ധകാരത്തെയും പ്രകാശമാക്കി തീർക്കുന്നു. He will do it for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. I want to pray for you right now. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Father, പിതാവേ, whatever losses they may have in their life, ഈ പ്രിയപ്പെട്ടവർക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, if there are young wives, അവർ യുവതികളായ ഭാര്യമാരാണെങ്കിലും, young husbands who have lost their spouses, ഭാര്യമാരെ നഷ്ടപ്പെട്ട യുവാക്കളായ ഭർത്താക്കന്മാരാണെങ്കിലും, being the God of all comfort, comfort them, Lord. സർവ്വാശ്വാസത്തിന്റെയും ദൈവമായിരിക്കുന്ന അങ്ങ് തന്നെ അവരെ ആശ്വസിപ്പിക്കണമേ. Embrace them, അവരെ അങ്ങ് ആലിംഗനം ചെയ്യണമേ. kiss them, അവരെ ഉമ്മ വെക്കണമേ.
and say, My daughter, അവരോട് പറയണമേ, എന്റെ മകളെ, my son. എന്റെ മകനെ. You may have many questions. Why? എന്തുകൊണ്ട് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. Where is God? ദൈവം എവിടെയാണ്? But എന്നാൽ I, Jesus, will help you. യേശുവായ ഞാൻ നിന്നെ സഹായിക്കും. Say this in their heart, Lord, കർത്താവേ, അവരുടെ ഹൃദയത്തിൽ ഇപ്രകാരം പറയണമേ. and build their life again. അവരുടെ ജീവിതത്തെ വീണ്ടും കെട്ടിപ്പണിയണമേ. Build their family life അവരുടെ again. കുടുംബ ജീവിതത്തെ വീണ്ടും കെട്ടിപ്പണിയണമേ. Miraculously build their life again. അത്ഭുതകരമായി അവരുടെ ജീവിതത്തെ വീണ്ടും കെട്ടിപ്പണിയണമേ. And those who need a livelihood, ആർക്കെല്ലാം ഒരു ഉപജീവന മാർഗം ആവശ്യമായിരിക്കുന്നുവോ, Father, give them a job. കർത്താവേ, അവർക്കൊരു ജോലി നൽകണമേ. Miraculously settle them in jobs. അത്ഭുതകരമായി നല്ലൊരു ജോലി നൽകി അവരെ അതിൽ സ്ഥിരമാക്കണമേ. And also settle them in കൂടാതെ family. കുടുംബ ജീവിതത്തിലും അവരെ നല്ല നിലയിലേക്ക് Do ഉയർത്തണമേ. a miracle, Holy Spirit, പരിശുദ്ധാത്മാവെ, ഒരു അത്ഭുതം ചെയ്യണമേ. and build them with joy again. ജീവിതത്തിൽ സന്തോഷം നൽകി അവരെ വീണ്ടും കെട്ടിപ്പണിയണമേ. Turn their darkness into light, Lord. അവരുടെ അന്ധകാരത്തെ വെളിച്ചമാക്കി മാറ്റണമേ. We thank you because you are doing this miracle for everyone who is praying with me. ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും അങ്ങ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ അങ്ങയോട് നന്ദി പറയുന്നു. Let every darkness leave them in Jesus' name. യേശുവിന്റെ നാമത്തിൽ സകല അന്ധകാരവും അവരെ വിട്ട് അകന്നു പോകട്ടെ. Every darkness brought by the devil, let it leave in Jesus' name. പിശാച് നിമിത്തം ഉണ്ടാകുന്ന സകല അന്ധകാരവും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. You demon powers, leave. പൈശാചിക ശക്തികളെ അവരെ വിട്ട് പോകുവിൻ. Leave. അവരെ വിട്ട് പോകുവിൻ. You sinful spirits, leave in Jesus' name. പാപപങ്കിലമായ ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവിൻ. Lord bless them. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. Help them to repay all the എല്ലാ loans. വായ്പകളും തിരിച്ചടയ്ക്കുവാൻ അവരെ അങ്ങ് സഹായിക്കണമേ. And those who are doing cultivation, ആരെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, business, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, prosper the cultivation, prosper the job. കർത്താവെ, കൃഷിയെയും ബിസിനസിനെയും അങ്ങ് അഭിവൃദ്ധിപ്പെടുത്തണമേ. Let them have 100 times returns. അവർക്ക് 100 മടങ്ങ് പ്രതിഫലം ലഭിക്കട്ടെ. Prosper the businesses. കർത്താവെ, ബിസിനസ്സുകളെ അഭിവൃദ്ധിപ്പെടുത്തണമേ. Please provide the finances for them ദയവായി അവർക്ക് ആവശ്യമായ പണം നൽകണമേ. and the അവർക്ക് returns. ലാഭവും നൽകണമേ. Change the spouses in their hearts, Lord. ജീവിത പങ്കാളികളുടെ ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാകട്ടെ. Let there be unity in the family. കുടുംബത്തിൽ ഐക്യം ഉണ്ടാകട്ടെ. Let them get everything in double portion. അവർക്ക് സകലതും ഇരട്ടിയായി ലഭിക്കട്ടെ. Thank you for doing it. കർത്താവെ, അത് ചെയ്യുന്നതിന് നന്ദി. Those who need their own house, give it to them. സ്വന്തമായി വീട് ആവശ്യമുള്ളവർക്ക് സ്വന്തം വീടുകൾ നൽകണമേ. Srimati, ശ്രീമതി, you are praying for a house. നിങ്ങൾ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. The Lord is providing it for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് നൽകുന്നു. Sunanda, സുനന്ദ, God is touching your back. ദൈവം നിങ്ങളുടെ മുതുകിനെ സ്പർശിക്കുന്നു. Every pain is leaving you. സകല വേദനയും നിങ്ങളെ വിട്ടു പോകുന്നു. God is giving you the grace to work again and to study more. വീണ്ടും ജോലി ചെയ്യുവാനും കൂടുതൽ പഠിക്കുവാനുമുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകുന്നു. A glorious future is being given ഒരു to you. മഹനീയമായ ഭാവി ജീവിതം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Father, പിതാവേ, fill everyone who needs the Holy Spirit with your spirit right now. പരിശുദ്ധാത്മാവിനെ ആവശ്യമുള്ളവരെ അങ്ങയുടെ ആത്മാവിനാൽ ഇപ്പോൾ നിറയ്ക്കണമേ. Joy fill their hearts. അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയട്ടെ. Thank you, Jesus. യേശുവേ, നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ, Amen. ആമേൻ. My friend, എന്റെ സ്നേഹിതന്മാരെ, God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Call the prayer tower or write to me for prayer anytime you need നിങ്ങൾക്ക് prayer. പ്രാർത്ഥന ആവശ്യമുള്ള ഏത് സമയത്തും എനിക്ക് എഴുതുവിൻ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് വിളിക്കുവിൻ. Here's my email and her ദാ address. ഇവിടെ എന്റെ ഇമെയിലും ഞങ്ങളുടെ വിലാസവും കാണാം. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.